എന്താണ് സ്നേഹം? സ്നേഹവും വെറുപ്പും അല്ലേ? സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതാണ് വെറുപ്പ്. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. വെറുപ്പ് എന്ന് പറയുമ്പം ഇഷ്ടമില്ലാത്തത് അല്ലേ? ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ വെറുക്കും എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാം അതെല്ലാമായിരിക്കും നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇത് രണ്ടും ഒരു മനസ്സിൽ പലരോടും തോന്നുന്ന കാര്യമാണല്ലേ? ഒരാളുടെ മനസ്സിൽ പല ആൾക്കാരോടും ഈ പല വികാരങ്ങളാണ് അല്ലേ? ഒരാളോട് സ്നേഹമായിരിക്കാം, ഒരാളോട് ദേഷ്യമായിരിക്കും അല്ലേ? ഈ സ്നേഹം അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് വെറുപ്പും അല്ലെങ്കിൽ ദേഷ്യം. ഒരു ചെറിയ കാര്യം മതി നമ്മൾ ഒരാളെ വെറുക്കാൻ അല്ലേ? എന്തുകൊണ്ടാണ് ആ ഒരു വെറുപ്പ് തോന്നുന്നത്? ഇപ്പോൾ എനിക്ക് മറ്റൊരാളോട് വെറുപ്പ് തോന്നണമെങ്കിൽ എന്താണ്, അയാളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത്ര മോശമായിരിക്കും. എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ രീതികൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഇപ്പം ഞാനൊന്ന് എല്ലാം വൃത്തിയായിട്ട് അടിക്കുക എല്ലാം വെച്ചു അല്ലെങ്കിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുന്നു. അപ്പോൾ അതിനെ മനഃപൂർവ്വം മോശമാക്കുക എന്ന് പറയുമ്പോൾ എനിക്കെന്താ ദേഷ്യം തോന്നുമല്ലേ? ഇതേപോലെ പല പല കാരണങ്ങളാൽ അല്ലേ നമ്മൾ ഒരാളെ വെറുത്തു പോകും. പക്ഷേ സ്നേഹം എന്ന് പറയുന്നതോ, നമുക്ക് വേണ്ടി ഒരിടത്ത് ഒന്ന് മൂളാൻ ഒരാളുണ്ടെങ്കിൽ അവൾ പറഞ്ഞ ശരിയാണ് അല്ലെങ്കിൽ അവൻ പറഞ്ഞ ശരിയാണ് എന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും മനസ്സ് കാണിച്ചാൽ നമുക്ക് അവരോട് പെട്ടെന്നൊരു സ്നേഹം തോന്നും അല്ലേ? കാരണം ചില സമയങ്ങളിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ആ സപ്പോർട്ടില്ലെങ്കിൽ നമ്മളെന്താണ് ഒന്നുമല്ലാതെ നിൽക്കേണ്ടി വരും. ആ സപ്പോർട്ട് തരുന്നവരോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. ചിലപ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ മരിക്കണം വരെ നമ്മൾ പറയാം, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അല്ലെങ്കിൽ ചത്താലും ഓർത്തിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ്, അത്രയ്ക്കും നമുക്ക് ഒരാവശ്യത്തിന് ഉപകരിച്ച് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് സ്നേഹം തോന്നാം. പിന്നെ പ്രണയം വേറെ അല്ലേ? സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നൽകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സ്നേഹം നിലനിൽക്കുന്നത്. മറിച്ച് വെറുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, മുഴുവൻ നെഗറ്റീവാണ്. നെഗറ്റീവിന് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, സ്നേഹം വേണോ വെറുപ്പ് വേണോ? പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം മാത്രം നൽകും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തം പ്രശ്നമാണ്. നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും. ആ മനസ്സിനെ ബാധിച്ചാൽ ശരീരത്തെയും ബാധിക്കും. കറക്റ്റല്ലേ? അപ്പം വ്യക്തമായ കാരണങ്ങൾ വേണം നമുക്ക് ഒരാളിനോട് വെറുപ്പ് തോന്നാൻ. ആ വെറുപ്പ് അധിക നേരം അല്ലെങ്കിൽ അധിക നാൾ കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുകയും വേണം. ശരിയല്ലേ? അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇതിലെന്താണ്, സ്നേഹമാണോ വെറുപ്പാണോ ഉള്ളത്? ഓക്കെ.